ഉണ്ട്. ഇപ്പം ഞാൻ നോക്കിയിട്ട് മുസ്ലിമിൻ്റെ ഇതിനൊരു ബിഗ് സല്യൂട്ട് അവർക്ക് കൊടുക്കേണ്ടത് തന്നെ. കാരണം ഇത് നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രിയായി വരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കൈയ്യടി കൊടുക്കേണ്ടത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാബ്. ആ പാർട്ടിക്ക് ഭയങ്കര കയ്യടി തന്നെ കൊടുക്കണം. ബിഗ് സല്യൂട്ട് എന്തോ ആയിക്കോട്ടെ. അതാണ് ആണത്വം പണയം വയ്ക്കാത്ത ഒരു നേതാവും ഒരു സമുദായ സംഘടനയുടെ ചങ്കൂറ്റ. അതാ ഉണ്ടാ അവർ അന്നും ഒന്നും കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ തോന്നുമ്പോൾ അങ്ങോട്ട് വാടി ഇങ്ങോട്ട് വാടി വേലിയും ചടി കമ്പി വേലിയും ഉടക്കി കിടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല. നീ അതൊക്കെ കണ്ട് പഠിക്ക്. അവരൊന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കും. നിങ്ങളെന്തുവാ ഒറ്റക്കക്ഷി എന്നും പറഞ്ഞിട്ട് തള്ളി നടന്നിട്ട് ഇങ്ങനെ ആണൊരുത്തം വരട്ടെ. അപ്പോൾ കോൺഗ്രസ്സിന് അണികൾക്കും എനർജിയേകും. ആ എനർജി നേതാക്കന്മാരിപ്പോൾ കണ്ടില്ലേ? രാഹുൽ ഗാന്ധി 10 ദിവസമായി കിടന്നുകൊണ്ട് കട്ടം കറങ്ങണ കാർഗയായിട്ട് വല്ലതും എടുത്ത ഇതൊക്കെ തീരുമാനിക്കാൻ ജനം ഇറങ്ങേണ്ടി വന്നു അല്ലേ? അതാണ് ജനത്തിൻ്റെ പവർ, അതാണ് ജനാധിപത്യം. അല്ലാതെ ഏതെങ്കിലും മൂലയ്ക്ക് കയറിയുന്നുണ്ട് തീരുമാനിക്കണമെന്നല്ല ജനാധിപത്യം. അതൊക്കെ മനസ്സിലാക്ക്. അത് പ്രായത്തിൻ്റെ കുറവ് കൊണ്ടാണോ വിവേക ബുദ്ധി കുറവ് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ പണ്ട് തൊട്ടേ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവസാനം മടുത്ത്. ഇനി സതീശനല്ല മുഖ്യമന്ത്രിയെങ്കിൽ ഇനി കോൺഗ്രസ്സിന് വോട്ടില്ല, നിർത്തി. ബൈ. സതീശനുണ്ടെങ്കിൽ ഓക്കെ.